അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മിസ്ബാഹിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോകാം, മനുഷ്യനാണല്ലോ. പക്ഷേ ആ തെറ്റ് സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് പക്ഷാത്താപിക്കുകയും തൗബ ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസികളായ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഏത് തെറ്റും നമുക്ക് പുറത്തു തരും. പക്ഷേ നമ്മൾ അവനോട് അങ്ങേയറ്റത്തെ ഖേദം പ്രകടിപ്പിച്ച് അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റുകൾ പുറത്തു തരാൻ 4 വഴികൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഏത് തെറ്റും നമുക്ക് മാപ്പ് നൽകുമെന്ന് നമ്മൾ വിശ്വസിക്കണം. അള്ളാഹുവിനെ കൊണ്ട് നമ്മുടെ വിശ്വാസം എന്താണോ അതാണ് അള്ളാഹു നമ്മളിലേക്കും നോക്കുന്നത്. അന ഇൻദ ദന്നി അബ്ദി ബി എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. എന്നെപ്പറ്റി എൻ്റെ അടിമ എന്താണോ വിചാരിക്കുന്നത് അതാണ് ഞാൻ. റബ്ബ് നമുക്ക് മാപ്പ് നൽകും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ അള്ളാഹു നമുക്ക് മാപ്പ് നൽകും. റബ്ബ് നമുക്ക് കാരുണ്യം ചെയ്യില്ല എന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഒരിക്കലും റബ്ബ് നമുക്ക് കാരുണ്യം ചെയ്യുകയില്ല. അതിനാദ്യം വേണ്ടത് നമ്മുടെ വിശ്വാസമാണ്. അള്ളാഹു നമുക്ക് മാപ്പ് നൽകുമെന്ന് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. എല്ലാ തെറ്റുകളും അള്ളാഹു മാപ്പ് നൽകും എന്നതായിരിക്കണം ഒരു വിശ്വാസിയുടെ അചഞ്ചലമായ വിശ്വാസം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ഉള്ളിന്റെ ഉള്ളിൽ ഖേദമുണ്ടാവുക എന്നുള്ളത്. എന്നാണ് അസ്കിയായിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഉള്ളിന്റെ ഉള്ളിൽ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ കുറ്റബോധം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ തെറ്റുകൾ അള്ളാഹു മാപ്പ് നൽകാനുള്ള ഒരു വഴി എന്നുള്ളത്. ചില ആളുകൾ എത്ര തെറ്റ് ചെയ്താലും മനസ്സിൽ ലവലേശം കുറ്റബോധമില്ലാത്ത ഖേദമില്ലാത്ത ആളുകളുണ്ട്. അതിൻ്റെ അർത്ഥം അവരുടെ ഹൃദയം കാഠിന്യമുള്ളതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരിക്കലും നമ്മുടെ ഹൃദയം കഠിനമുള്ള ഹൃദയമാകാൻ പാടില്ല. ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ കുറ്റബോധം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് പക്ഷാതാപത്തിന്റെ ആദ്യ പടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഉള്ളിൽ കുറ്റബോധം ഉണ്ടാവുക, എനിക്ക് നന്നാവണം എന്നുള്ള ചിന്ത ഉണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ റബ്ബ് എനിക്ക് മാപ്പ് നൽകും എന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു, ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റ് ചെയ്യുകയില്ല, ഈ നിമിഷം മുതൽ ഞാൻ നന്നായിരിക്കുന്നു, ഇനി ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന് നമ്മളെ മനസ്സുകൊണ്ടങ്ങ് തീരുമാനിക്കണം. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിക്കുകയില്ല, ഞാൻ അതിൽ നിന്ന് പൂർണ്ണമായും മുക്തനായി മാറിയിരിക്കുന്നു എന്ന് നമ്മളങ്ങ് തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ അള്ളാഹു നമുക്ക് തൗബയുടെ കവാടങ്ങൾ തുറന്നു തരുമെന്നുള്ളതാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. നാലാമത്തെ കാര്യം, നമ്മൾ തിന്മകളെ നന്മകളെ കൊണ്ട് മറികടക്കണം എന്നുള്ളതാണ്. ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത്, തീർച്ചയായും നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ തിന്മകളെ മായ്ച്ചു കളയാനുള്ള വഴി എന്നുള്ളത് നന്മകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കൃത്യമായി വുദു എടുത്തുകൊണ്ട് 2 റക്അത്ത് റബ്ബിന്റെ മുമ്പിൽ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിലൂടെ തന്നെ നമ്മുടെ ഒരുപാട് പാപങ്ങൾ കഴുകി വൃത്തിയാക്കപ്പെടും എന്നുള്ളതാണ്. വുദുവിലൂടെ ഒരുപാട് പാപങ്ങൾ കഴുകി വൃത്തിയാക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നന്മ ചെയ്യുക, തിന്മകൾക്ക് പകരം ധാരാളം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. കാരണം ദിവസേന നമ്മൾ പല തെറ്റുകളും കണ്ടുപോകുന്നവരാണ്, കേട്ടുപോകുന്നവരാണ്. അശ്ലീലതകൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കാണേണ്ടി വരും, സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അപ്പൊ അവിടെയൊക്കെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കണ്ണുകൊണ്ട് നല്ലത് നമ്മൾ കാണണം, പരിശുദ്ധമായ ഖുർആനിലേക്ക് നമ്മൾ നോക്കണം. അതുപോലെ നമ്മുടെ നാവ് കൊണ്ട് സ്വലാത്തുകൾ ചെല്ലണം. ഇങ്ങനെ നന്മകൾ നമ്മൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ ധർമ്മങ്ങൾ ചെയ്യുക, പാവപ്പെട്ടവരെ സഹായിക്കുക. ഇത്തരത്തിലുള്ള നന്മയുടെ പ്രവർത്തനങ്ങൾ വിവിധങ്ങളാണ്. വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിലൂടെ നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും, മാപ്പ് നൽകും എന്നുള്ളതാണ്. ഇപ്പൊ കൂടുതലായും കണ്ടുവരുന്ന തിന്മകളുടെ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് അശ്ലീലവും അതുപോലെ അനാവശ്യമായ കാഴ്ചകളുമാണ്. അന്യ സ്ത്രീയിലേക്ക് നോക്കുകയും സുഖിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന പ്രവണത നമ്മുടെ കൽബിനെയും മനസ്സിനെയും മലിനമാക്കുന്നു. അശ്ലീല വീഡിയോകൾക്ക് അടിമപ്പെട്ട എത്രയോ ആളുകളുടെ സങ്കട കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും മുക്തമാകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എത്രയോ ചെറുപ്പക്കാർ നമ്മുടെ പരിചയത്തിലുണ്ട്. ഇത്തരത്തിലുള്ള തിന്മ
തിന്മകൾ നമ്മുടെ മനസ്സിനെ കഠിനമാക്കുകയും ആരാധനകളിൽ നിന്ന്, ആത്മീയതയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ദുശീലങ്ങൾ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയേണ്ടത്, നമ്മൾ നന്നാവണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ദുശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മായ്ച്ചു കളഞ്ഞേ തീരൂ. അതിന് സഹായിക്കുന്ന കമ്മ്യൂണിറ്റികൾ നമ്മുടെ കൂടെയുണ്ട്. അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കൊടുത്ത നമ്പറിൽ മെസ്സേജ് ചെയ്ത് നമ്മുടെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് നിങ്ങളും ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. എത്രയോ ആളുകളെ ഇത്തരത്തിലുള്ള ദുശീലങ്ങളിൽ നിന്ന് മാറ്റിയെടുത്ത് നല്ല ജീവിതത്തിലേക്ക് നയിച്ച വളരെ നല്ല ഒരു കമ്മ്യൂണിറ്റിയാണ് മിൻ ഹിദായ എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് ഇത്തരത്തിലുള്ള എല്ലാ ദുശീലങ്ങളും മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു നമ്മുടെ ജീവിതത്തെ നന്നാക്കി തരുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.